ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് അടിപൊളി ട്രെൻഡിങ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഡെസേർട്ട് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ വൈറലായി പോകുന്ന ക്യാരറ്റ് ജാമുൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്കായിട്ട് ഒരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വലിയ ക്യാരറ്റാണ്, ഒരു 2.5 ക്യാരറ്റ് മതിയാകും. ഇനി മൊത്തം ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുത്തതിന് ശേഷം കഴുകിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ചെറുങ്ങനെ കട്ടാക്കി വെച്ച ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ നമുക്കൊരു മിക്സിൻ്റെ ജാറിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പകുതിയായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പാലാണ് ടോട്ടൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളെ ക്യാരറ്റിൻ്റെ ഇതുപോലെ ഇരിക്കും. നമുക്ക് അഥവാ 1 കപ്പ് പാലിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ കുറച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം അധികമായിപ്പോയാൽ ക്യാരറ്റ് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര കുറച്ച് സമയം അധികം എടുക്കേണ്ടി വരും. അപ്പോൾ 1 കപ്പ് പാല് മാക്സിമം പോയാലും ഒഴിച്ചു കൊടുക്കാവും, നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ക്യാരറ്റ് ഒന്ന് അരിയാൻ വേണ്ടിയിട്ടുള്ള പാല് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിന്. മധുരം നോക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വരെ അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വരെ നെയ്യും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് കുക്കാക്കി എടുക്കാം. അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വരെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാക്കണ്ടില്ലേ, കുറച്ച് ഇങ്ങനെ സമയം കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് ഫ്ലെയിം ഒന്ന് മീഡിയം ലെവലിലാക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിൽ ചേർക്കേണ്ടത് ഒരു 1/2 കപ്പ് റവയാണ്. അപ്പോൾ നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചേർത്തിട്ടാകുമ്പം കൈവിടാതെ നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. കുറച്ച് സമയം നല്ലോണം ആ ഒരു റവയൊക്കെ അതിൽ വെന്ത് വരുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നതാവുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കാം. പാല് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഈ സമയം കുറച്ച് ലൂസായിട്ടുണ്ടാകും. കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഉരുട്ടി ഇതാക്കി പാത്രത്തിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ചൊന്ന് ആറാൻ വേണ്ടി വെക്കാം. നല്ലോണം ആറേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊന്ന് ആറി വരുമ്പോൾ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ മൊത്തത്തിൽ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ബോൾസിൻ്റെ വണ്ണമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കാം. എന്നിട്ട് ഇതൊന്ന് ആവി കയറ്റാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴത്തേക്കും ഞാനിവിടെ ഒരു പാക്കറ്റ് പാല് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയോ ഏലക്ക കഷ്ണമോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് വേണ്ട മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് പഞ്ചസാര തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പാലൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ കുറച്ച് പാലിൽ ഞാൻ മിക്സാക്കി എടുത്തിന്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പാലൊന്ന് കുറുക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ആവി കയറ്റി വെച്ച ആ ക്യാരറ്റിൻ്റെ ബോൾസും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഒന്ന് തണിയുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ നമ്മുടെ ക്യാരറ്റ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ലൂസിൽ കാണും, പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ കോൺഫ്ലോർ ഇട്ടെടുത്തുകൊണ്ട് തന്നെ കുറച്ചും കൂടി കട്ടിയിൽ കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ജാമുൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.